ആശാവർക്കർമാർ സ്കീം വർക്കർമാരാണ്. അവർക്ക് ഏറ്റവും നല്ല സൗകര്യങ്ങൾ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അവർക്കുള്ള ശമ്പളം കൊടുക്കുന്നതിന് ശമ്പളമല്ല, അവർക്ക് ഒരു ആനുകൂല്യമാണ്, ഒരു സ്പെഷ്യൽ അലവൻസാണ്. ആ സ്പെഷ്യൽ അലവൻസ് കൊടുക്കുമ്പോൾ പലപ്പോഴും ഒരു മാസം 2 മാസമൊക്കെ പലപ്പോഴും താമസിച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് 1000 കോടിയോളം കിട്ടാനുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഹെൽത്തിൻ്റെ മേഖലയിൽ മാത്രം. ഈ പറഞ്ഞ ആശാവർക്കർമാരെ കൊണ്ട് സംഘടിപ്പിച്ച് വരുന്ന ആളുകൾ, ആ പാവപ്പെട്ട തൊഴിലാളികളോട് നമുക്ക് അങ്ങേയറ്റം ന്യായമായ പിന്തുണയുണ്ട്. അവരോട് പറയണ്ടേ, ഇത് നരേന്ദ്രമോദി ഗവൺമെൻറ് അവിടുന്ന് ഒരു പണവും കൊടുക്കുന്നില്ല, അതുപോലെ സമയത്ത് കൊടുക്കുന്നില്ല. ഒരു വർഷത്തെയൊക്കെ കുടിശ്ശിക പലപ്പോഴും കൊടുക്കാതിരിക്കുമ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് പറയണ്ടേ. അപ്പോൾ ഇതിപ്പോൾ രാഷ്ട്രീയമായിട്ട് അവരെ ഉപയോഗിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ സാധാരണപ്പെട്ട ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ കേരള ഗവൺമെൻറ്റിനും LDFനും ഉള്ളതിന് അത്രയൊന്നും താല്പര്യം ഇതിനകത്ത് അവരെ കുത്തിയിളക്കി വിടുന്ന ഏജൻസികൾക്കില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.